വാർത്തകൾ തുടരുന്നു. തൃശൂർ പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റാനുള്ള നടപടി ഇന്നുണ്ടായേക്കും. കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെയാണ് സ്ഥലം മാറ്റുക. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഉയർന്ന പരാതികളിൽ തുടർന്ന് ഇരുവരെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു, പൂരത്തിലെ താളപ്പിഴകൾ വിവാദമായിരുന്നു. ഇക്കാരണത്താൽ പോലീസ് തലപ്പത്ത് അഴിച്ചുപണിക്ക് തൃശൂരിൽ ആലോചിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി അത് എങ്ങനെ പ്രാവർത്തികമാകും? പൂരത്തിന് ഇപ്പോൾ അധികമായ നിയന്ത്രണം പോലീസ് നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങൾ ഉയരുന്നത്. പൂരവുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായെന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പരാതി. പൂരത്തിനുണ്ടായ പ്രതിസന്ധിക്ക് കാരണം പോലീസിന്റെ അതിര് കവിഞ്ഞ നിയന്ത്രണം തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിൽ DGP പോലും ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നില്ല. DGP കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. അതിനുശേഷമാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇതിന് വിശദീകരണം ആവശ്യപ്പെട്ട് DGPക്ക് നിർദ്ദേശം നൽകിയത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തീരുമാനത്തിലെത്തിയതിനു ശേഷം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള പോലീസുകാരെ സ്ഥലം മാറ്റണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെയാണ് ഉടനടി സ്ഥലം മാറ്റണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം DGP ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു ഘട്ടമാണ്. ഇത് പ്രധാനമായും പല ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. ഈ കമ്മീഷണർ അടക്കമുള്ളവർ ജനങ്ങളോട് ആക്രോശിച്ച് സംസാരിക്കുന്നു. നിയന്ത്രണത്തിന്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. കമ്മീഷണർ തന്നെ ആനയ്ക്ക് പട്ടയെത്തിക്കുന്നവരെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ വിരട്ടി ഓടിച്ചിരുന്നു. അതോടൊപ്പം കുടമാറ്റത്തിനായി ശ്രീരാമന്റെ പടമുള്ള കുട കൊണ്ടുവന്നവരെയും അവർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിയന്ത്രണം കടുപ്പിക്കുന്നതും ആളുകളെ വലിയ രീതിയിൽ അടുപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് വലിയ വ്യാപകമായ പരാതി ഉയർന്നിരുന്നത്. ഇത് രൂക്ഷമായ ഒരു വിവാദത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇതിനൊരു നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശരി വിഷ്ണു.